വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓപ്ഷണൽസിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പം നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് ഓപ്ഷൻസ് പ്രധാനമായിട്ട് നോക്കിയാൽ മതി. ബാക്കിയുള്ള ഓപ്ഷനുകൾ ജസ്റ്റ് കണ്ടിരിക്കുക. കാരണം ജനറൽ ടോപ്പിക്സ് കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 7-8 മിനിറ്റിൻ്റെ വീഡിയോ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നതുകൊണ്ട് ഒരു നഷ്ടവും വരാനില്ല. ഒന്നാമതായിട്ട് നാനോ ടെക്നോളജി. അപ്പം നാനോ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടൊരു 3 പോയിന്റാണ് പഠിക്കാനുള്ളത്. ഒന്നാമതായിട്ട് നാനോ സ്കെയിൽ, അതായത് നാനോ ടെക്നോളജി കീഴിൽ വരുന്ന നാനോ സ്കെയിൽ 1 to 100 നാനോമീറ്ററാണ് നാനോ സ്കെയിൽ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് 1 നാനോമീറ്റർ ഇസ്കൽ ടു 10⁻⁹ മീറ്റർ ആണ്. മൂന്നാമതായിട്ട് നാനോ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് റിച്ചാർഡ് ഫെയ്മാൻ ആണ് നാനോ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ് there is plenty of room at the bottom. ഈ ഒരു പ്രശസ്തമായിട്ടുള്ള വാചകം പറഞ്ഞത് റിച്ചാർഡ് ഫെയ്മാൻ ആണ്. നമുക്ക് രണ്ടാം ടോപ്പിക്കിലേക്ക് കിടക്കാം. രണ്ടാമതായിട്ട് ജിയോ ഇൻഫോർമാറ്റിക്സ്. നമ്മുടെ എർത്തിന്റെ ബോർഡർ ഒക്കെ നിശ്ചയിക്കുക, അതൊക്കെ നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് ജിയോ ഇൻഫോർമാറ്റിക്സിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 2 ചോദ്യം എന്ന് പറയുന്നത് GIS-ഉം GIT. അപ്പൊ ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റമും ജോഗ്രഫിക് ഇൻഫർമേഷൻ ടെക്നോളജിയുമാണ് GIS-ഉം GIT-യും. ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് എയിമും ഒബ്ജക്റ്റീവും എന്തെന്നാണ്. എയിമും ഒബ്ജക്റ്റീവും എന്താണെന്നാണ്. ഒരു ക്വസ്റ്റ്യനിൽ വന്നു നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒന്നാമതായിട്ട് എയിം എന്ന് പറയുന്നത് ഒരു ബ്രോഡ് ഗോൾ ആണ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആണ്. രണ്ടാമതായിട്ട് എയിം എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഗോൾ ആണ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണ്. അപ്പം എയിം എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമുക്കൊരു വലിയ ലക്ഷ്യം കാണും, കുറെ വർഷങ്ങളോട് നമ്മൾ നേടിയെടുക്കുന്ന ലക്ഷ്യം കാണും. അതേസമയം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു 3 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് നമ്മൾ കാര്യം പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിക്കും. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നാലാമതായിട്ട് ലെക്ചർ മെത്തേഡ്. ലെക്ചർ മെത്തേഡ് ഞാൻ പറയാൻ കാരണം ആ ലെക്ചൂസ് എന്നുള്ള ലാറ്റിൻ വാക്കിൽ നിന്നാണ് ലെക്ചർ മെത്തേഡ് വന്നത്. അപ്പൊ ലെക്ചേഴ്സിന്റെ മീനിങ് എന്ന് പറയുന്നത് ടു റീഡ് എന്നാണ്. ലെക്ചേഴ്സിന്റെ മീനിങ് എന്ന് പറയുന്നത് ടു റീഡ് എന്നാണ്. അപ്പം ഇതിനോടൊപ്പം ചേർത്ത് വെച്ച് മറ്റൊരു വാക്ക് കൂടി പഠിക്കാം, ടാക്സിസും നാമോസും. അപ്പൊ ടാക്സ് എന്ന് പറയുന്നത് അറേഞ്ച്മെന്റും, നാമോസ് എന്ന് പറയുന്നത് സയൻസുമാണ്. അദ്ദേഹം പറയാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയേണ്ട ആവശ്യമില്ല. അപ്പം ഇത്രയൊക്കെയാണ് ലെക്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റീഡ്, ടാക്സിസ് മീൻസ് അറേഞ്ച്മെന്റ്, നാമോസ് മീൻസ് സയൻസ്. ഇനി അഞ്ചാമതായിട്ട് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. കുട്ടികൾ കാര്യങ്ങൾ സ്വന്തമായിട്ട് അല്ലെങ്കിൽ കുട്ടികൾ ഇനിഷ്യേറ്റീവ് എടുത്ത് പഠിക്കുന്ന ഒരു മെത്തേഡാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. അപ്പം ഹ്യൂറിസ്റ്റിക് മെത്തേഡ് നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് ആരാണ് ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്? അപ്പം പ്രൊഫസർ ആംസ്ട്രോങ് ആണ് ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. ഇനി ആറാമതായിട്ട് ഇൻഡക്ഷനും ഡിഡക്ഷനും. പോയിന്റ്, ഇൻഡക്ഷൻ കണ്ടുപിടിച്ചത് അല്ലെ ഡെവലപ്പ് ചെയ്തത് ഫ്രാൻസിസ് ബേക്കൺ ആണ്. അതേസമയം ഡിഡക്ഷൻ ആകട്ടെ അരിസ്റ്റോട്ടിലാണ് ഡിഡക്ഷൻ മെത്തേഡ് കണ്ടുപിടിച്ചത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, എങ്ങനെയാണ് നമ്മൾ ഇൻഫറൻസ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഇൻഡക്ഷനിലെ ഇൻഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പർട്ടിക്കുലർ ടു ജനറൽ ആണ്. കുറെ പർട്ടിക്കുലർ ഇൻഫറൻസ് നമ്മൾ ഒരു കാര്യം ജനറലൈസ് ചെയ്യുന്നു. ഇനി ഡിഡക്ഷൻ ആവട്ടെ, ഡിഡക്ഷനിൽ നമ്മൾ ഒരു ജനറൽ കാര്യത്തിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്തൊരു പർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെസിഫിക് ഇൻഫറൻസിലേക്ക് നമ്മൾ എത്തുന്നു. ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെസിഫിക് ഇൻഫറൻസിലേക്ക് നമ്മൾ എത്തുന്നു. ഇനി ഏഴാമതായിട്ട് ബ്രെയിൻ സ്റ്റോമിംഗ്. ബ്രെയിൻ സ്റ്റോമിംഗുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള 3 പോയിന്റാണ്. ഒന്നാമത്തത് 1953 ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. രണ്ടാമത്തെ പോയിന്റ് ഓസ്ബേൺ ആണ് ഇതിന്റെ പ്രൊപ്പൗണ്ടർ. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഇതിൽ എത്ര സ്റ്റേജസ് എന്നുള്ളത്. അപ്പൊ 3 സ്റ്റേജ് ആണുള്ളത്. ഒന്നാമത്തത് വാം സ്റ്റേജ് ആണ്, രണ്ടാമത്തത് ഐഡിയേഷൻ ആൻഡ് മൂന്നാമത്തത് ഇവാലുവേഷൻ. വാം അപ്പ്, ഐഡിയേഷൻ ആൻഡ് ഇവാലുവേഷൻ. ഇതാണ് പ്രധാനപ്പെട്ട 3
സ്റ്റെപ്സ്. ബ്രെയിൻ സ്റ്റോമിങ്ങിലെ പ്രധാനപ്പെട്ട 3 സ്റ്റെപ്സ്. ഇനി നമുക്ക് കുറച്ച് അക്രോണിംസ് പഠിക്കാം. അപ്പം ആദ്യമായിട്ട് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, PI, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. പിന്നെ നമ്മൾ ടെക്നോളജിയിൽ പഠിച്ചൊരു ടോപ്പിക്കാണ് CAIയും CMIയും. CAIയും CMI. അപ്പൊ CAI എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അസിസ്റ്റഡും, CMI എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ മാനേജ്ഡ് ഇൻസ്ട്രക്ഷനുമാണ്. CMI എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ മാനേജ്ഡ് ഇൻസ്ട്രക്ഷനുമാണ്. ഇനി അടുത്ത പോയിന്റ്, അടുത്തത് മിൽസ് കാനൺ സിൻടാക്സ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിക്കുന്ന കുട്ടികൾ ഈ വീഡിയോ കാണാതിരിക്കും. കാരണം ഞാനത് ഓർത്ത് വയ്ക്കാനുള്ള എളുപ്പവഴി മാത്രമാണ് പറഞ്ഞു തരുന്നത്. ഓൺലൈൻ എക്സാമിന് ഇതിനകത്ത് ഏതൊരു ക്യാനൺ ചോദിച്ചിട്ട് ഏത് ക്യാനൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി എടുക്കാനുള്ള എളുപ്പവഴി മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പം മിൽസ് കാനൺ സിൻടാക്സ്, കാനൺസ് ഓഫ് ഇൻഡക്ഷൻ. അപ്പം ഇതേ പ്രധാനമായിട്ട് 5 കാനൺസ് ആണ് ഡിസ്ക്രൈബ് ചെയ്തത്. ഒന്നാമതായിട്ട് മെത്തേഡ് ഓഫ് എഗ്രിമെന്റ്, മെത്തേഡ് ഓഫ് ഡിഫറൻസ്, ജോയിന്റ് മെത്തേഡ്, മെത്തേഡ് ഓഫ് റെസിഡ്യൂസ്, ആൻഡ് ഫിഫ്ത്ത് വൺ കൺകോമിറ്റന്റ് റെസ്പോൺസസ്. കൺകോമിറ്റന്റ് റെസ്പോൺസസ്. അപ്പൊ നമുക്ക് ഇനി ഓരോന്ന് നോക്കാം. അപ്പം എഗ്രിമെന്റിൽ പറയുന്നത് കുറെ സർക്കംസ്റ്റാൻസ്, അപ്പം അവയെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ മാറ്റിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം സോൾവ് ആവുകയാണെങ്കിൽ അതാണ് എഗ്രിമെന്റ്. കുറെ സാഹചര്യത്തിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം സോൾവ് ആവുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് മെത്തേഡ് ഓഫ് എഗ്രിമെന്റ്. ഇനി മെത്തേഡ് ഓഫ് ഡിഫറൻസ് പറയാം. ഇപ്പം മെത്തേഡ് ഓഫ് ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് കാര്യം വ്യക്തമായിട്ട് അറിയത്തില്ല, നമ്മൾ റാൻഡം ആയിട്ട് ഒരു സംഭവം മാറ്റിയപ്പം അവിടുത്തെ പ്രശ്നം സോൾവ് ആയി. അപ്പം അതിന് വിളിക്കുന്ന പേരാണ് മെത്തേഡ് ഓഫ് ഡിഫറൻസ്. ബാക്കിയുള്ള കാര്യത്തിനൊന്നും ബന്ധമില്ല, പക്ഷെ ഒരു കാര്യം റാൻഡം ആയിട്ട് മാറ്റിയപ്പോൾ അവിടെ ഒരു സർക്കംസ്റ്റാൻസ് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഒഴിവായി. ഇനി മൂന്നാമതായിട്ട് ജോയിന്റ് മെത്തേഡ്. ഇത് രണ്ടും കൂടെ വരുന്നതാണ് ജോയിന്റ് മെത്തേഡ്. എഗ്രിമെന്റും ഡിഫറൻസ് നടക്കുന്ന ഒരു മെത്തേഡാണ് ജോയിന്റ് മെത്തേഡ്. ഇനി റെസിഡ്യൂസ് എന്താണെന്ന്, ഇപ്പം റെസിഡ്യൂസ് എന്താ ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നമ്മുടെ ടീച്ചറിന്റെ ഒക്കെ ബുക്കിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ ആണ് യുറാനസിന്റെയും നെപ്റ്റ്യൂണിന്റെയും കേസ്, അല്ലെങ്കിൽ ഏതെങ്കിലും 2 പ്ലാനറ്റ്സിന്റെ കേസ്. ഒരു പ്ലാനറ്റിന്റെ ഓർബിറ്റിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം വന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ അടുത്തുള്ള അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പാർട്ടിന്റെ വ്യത്യാസം കൊണ്ടാണ്. അപ്പൊ ഒരു റെസിഡ്യൂവിന്റെ ഡിഫറൻസ് കൊണ്ടാണ്, റെസിഡ്യൂവിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അവിടെ ഒരു ചേഞ്ച് വന്നത്. അപ്പൊ അതാണ് മെത്തേഡ് ഓഫ് റെസിഡ്യൂസ്. ഇനി അവസാനത്തത് കൺകോമിറ്റന്റ് റെസ്പോൺസസ്. ഒരേ കണക്ക് പോകുന്ന 2 കാര്യങ്ങൾ. അപ്പം നമുക്ക് വേണമെങ്കിൽ കെമിസ്ട്രിയിൽ ബോയിൽസ് ലോ, ചാൾസ് ലോ ഒക്കെ ഉണ്ട്. അപ്പം 2 കാര്യങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം മാറുമ്പോൾ മറ്റേ കാര്യം മാറുന്നു. അപ്പം അങ്ങനെയുള്ള വിളിക്കുന്ന പേരാണ് കൺകോമിറ്റന്റ് റെസ്പോൺസസ്. അപ്പം ഈ കൺകോമിറ്റന്റ് റെസ്പോൺസ് നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഡയറക്റ്റും ഇൻഡയറക്റ്റും. അപ്പം ഉദാഹരണം നോക്കുക, എയും ബിയും. എ കൂടുമ്പം ബിയും കൂടിക്കഴിഞ്ഞാൽ അത് ഡയറക്റ്റിന് എക്സാമ്പിൾ ആണ്. ഇനി എ കൂടുമ്പോൾ ബി കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഡയറക്റ്റിന് എക്സാമ്പിൾ ആണ്. നമുക്ക് അടുത്തായിട്ട് ഗ്ലേസറിന്റെ ബേസിക് ടീച്ചർ മോഡലാണ്. ഗ്ലേസറിന്റെ ബേസിക് ടീച്ചർ മോഡലാണ്. അപ്പൊ 1962 ബേസിക് ടീച്ചിങ് മോഡൽ ഗ്ലേസർ പെർഫോം ചെയ്തത്. ഇനി ഇതിനകത്ത് പ്രധാനമായിട്ടും നമുക്കൊരു 4 സ്റ്റെപ്പാണ് പഠിക്കാനുള്ളത്. ഒന്നാമതായിട്ട് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, entering behavior, instructional procedures, performance assessment. അപ്പം ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, entering behavior, instructional procedures, പെർഫോമൻസ് അസസ്മെന്റ്. ഇത് നമുക്ക് എക്സാംസിന് നമ്മൾ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ. ഇതെങ്ങനെ ഇത് വരയ്ക്കാൻ പറ്റും, ഈ ഒരു സ്റ്റെപ്പ് എങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവിന്റെ അല്ലെങ്കിൽ ഇതിലൊരു ചാർട്ട് വരച്ച് കാണും. ഇപ്പം ബേസിക് ടീച്ചിങ് മോഡൽ റോബർട്ട് ഗ്ലേസർ ആണ് കൊണ്ടുവന്നത് 1962. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ആണ്. അപ്പം പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് പറയാനുള്ളത് 3, അതിന്റെ എത്ര സ്റ്റെപ്സിനെ കുറിച്ചാണ്. പ്രധാനമായിട്ട് 3 സ്റ്റെപ്പാണുള്ളത്. ഒന്നാമതായിട്ട് എൻകൗണ്ടറിങ് എ പ്രോബ്ലം, ഒരു പ്രോബ്ലം തിരിച്ചറിയുക, അതിനെ മനസ്സിലാക്കുക, എൻകൗണ്ടറിങ്. സെക്കൻഡ് വൺ അസസിങ് ആൻഡ് ഇവാലുവേറ്റിംഗ്,
ആൻഡ് തേർഡ് വൺ വേണ്ടത് ചെയ്യുക, സിന്തസിസ് ആൻഡ് പെർഫോമൻസ്. അപ്പം ഇത് മൂന്നുമാണ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗിന്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്സ്. ഇനി നമുക്ക് ലേണിംഗ് തിയറീസിനെ കുറിച്ച് പഠിക്കാം. ലേണിംഗ് തിയറീസ് പ്രധാനമായിട്ട് നമ്മൾ 5 പഠിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല, നമുക്ക് ഇതിനകത്ത് സംശയം തോന്നാൻ ചാൻസ് ഉള്ള 2-3 ചോദ്യങ്ങളുണ്ട്. സ്കീമയുടെ ഒരു ഡെഫിനിഷൻ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു മെന്റൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഫ്രെയിംവർക്ക് വിളിക്കുന്ന പേരാണ് ഒരു മെന്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു കോഗ്നിറ്റീവ് ഫ്രെയിംവർക്ക്. ഇതിന് വിളിക്കുന്ന പേരാണ് സ്കീമ. ഇനി അസിമിലേഷൻ ഉണ്ട്, അക്കോമഡേഷൻ ഉണ്ട്. അപ്പൊ അസിമിലേഷൻ എന്ന് പറയുന്നത് ഒരു കാര്യത്തിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്നതിന് വിളിക്കുന്ന പേരാണ് അസിമിലേഷൻ. അക്കോമഡേഷൻ ആകുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കപ്പെട്ടു പോവുക. ഇനി ഇത് രണ്ടും ചേർന്ന് പോയി കഴിഞ്ഞാൽ അസിമിലേഷനും അക്കോമഡേഷൻ പ്രോസസ്സും നല്ല രീതിയിൽ ഒത്തുചേർന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഇക്വിലിബ്രിയം ആണ്, അല്ലെങ്കിൽ ഡിസ് ഇക്വിലിബ്രിയം ആണ്. അപ്പം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി കൊണ്ടുവന്നത് പിയാഷെയാണ്. ഇനി ഗാഗ്നേയുടേത് ഹൈറാർക്കിക്കൽ ലേണിംഗ് ആണ്. ഗാഗ്നയുടെ ഹൈറാർക്കിക്കൽ ലേണിംഗ് ആണ്. ബ്രൂണറിന്റേത് ഡിസ്കവറി ലേണിംഗ്. നമ്മൾ സിംബോളിക് ഐക്കണിക് സ്റ്റൈലിനെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. ബ്രൂണറിന്റേത് ഡിസ്കവറി ലേണിംഗ്. പക്ഷെ ബ്രൂണറിനെ കുറിച്ച് പഠിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, കാരണം ഇദ്ദേഹം കുറെ അധികം കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഒന്നാമത്തെ ഡിസ്കവറിയാണ് ബ്രൂണറിന്റെ ഡിസ്കവറി ലേണിംഗ് ആണ്. രണ്ടാമത്തത് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലും ബ്രൂണറിന്റെ ആണ്. മൂന്നാമതായിട്ട് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് കൊണ്ടുവന്നത് ബ്രൂണറാണ്. പക്ഷെ തെറ്റിക്കരുത്, 5E മോഡൽ ബ്രൂണർ അല്ല. 5E മോഡൽ റോജറാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട മറ്റ് തിയറീസ്, സോഷ്യോ കൾച്ചറൽ തിയറി കൊണ്ടുവന്നത് വൈഗോട്സ്കിയാണ്. സോഷ്യോ കൾച്ചറൽ തിയറി വൈഗോട്സ്കി. അപ്പം അതിന് പ്രധാനമായിട്ട് 3 ഡെവലപ്മെന്റ് സോൺസ് പറയുന്നു. സോൺ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആൻഡ് സോൺ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ്. അപ്പം സോൺ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റ്, പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. 2 തിയറി ഇവിടെ പഠിപ്പിക്കുന്നത് ഞാൻ. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി കൊണ്ടുവന്നത് ഗാർഡനർ ആണ്. അദ്ദേഹം ആദ്യം 7 പറഞ്ഞു വെച്ചു, പിന്നീട് നാച്ചുറലിസം വന്നു, അതായത് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് വന്നു, പിന്നെ 2 കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത്രയാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. പിന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ITM ആണ്. ITM ഇൻക്വയറി ട്രെയിനിങ് മോഡല് കൊണ്ടുവന്നത് സച്ച്മാൻ ആണ്. ഇൻക്വയറി ട്രെയിനിങ് മോഡല് കൊണ്ടുവന്നത്. നമ്മുടെ ഓപ്ഷണൽസിൽ ഒരു പകുതി ടോപ്പിക്കിന്റെ MCQs അല്ലെങ്കിൽ ഓൺലൈൻ എക്സാമിന് വേണ്ടി ടോപ്പിക്സ് മാത്രമേ ആയിട്ടുള്ളൂ. സെക്കൻഡ് പാർട്ട് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഓപ്ഷൻസിന് ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് ഈ ബ്ലൂംസ് പോലുള്ള വലിയ ടോപ്പിക്സ്. ബ്ലൂംസിലൊക്കെ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഒറിജിനൽ ബ്ലൂംസും അതിന്റെ റിവേഴ്സ്ഡ് ഫോമും ഉണ്ട്. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കും ഓൺലൈൻ എക്സാമിന് ചോദിക്കാൻ ചാൻസ്. പിന്നെ ഏതൊക്കെ ഇയറിലാണ്, ആരൊക്കെയാണ് അത് പെർഫോം അല്ലെങ്കിൽ ആരൊക്കെയാണ് അത് കൊണ്ടുവന്നത്, പിന്നെ ഈ കൺസെപ്റ്റ് മാപ്പിംഗ്, അങ്ങനെയുള്ള കുറേ ലേണിംഗ് മെത്തേഡ്സ് പിന്നെ ഉണ്ട്. അപ്പം ഇതൊക്കെ ആരാണ് കൊണ്ടുവന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ്.